إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله صلوات الله وسلامه عليه أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു ഇതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ഭൗതിക ലോകത്ത് അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള പ്രത്യക്ഷവും പരോക്ഷവുമായ എണ്ണമറ്റ അനുഗ്രഹങ്ങളിൽ ഏറ്റവും കനമുള്ള, ഏറ്റവും അമൂല്യമായ, ഏറ്റവും വിലപിടിപ്പുള്ള ഭൗതിക ലോകത്തെ ഒരു മൂല്യങ്ങൾക്കും ഉന്നത വിലകൾക്കും അതുപോലെ തന്നെ സ്ഥാനങ്ങൾക്കും അധികാരങ്ങൾക്കും പകരം നൽകാൻ സാധിക്കാത്ത, ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും ഉത്കൃഷ്ടമായ അള്ളാഹുവിൻ്റെ നിഅമത്ത് എന്നത് അള്ളാഹു നമുക്ക് നൽകിയ ഈ ദീനാണ്. ആ ദീനിലേക്ക് നമുക്ക് ലഭിച്ച ഹിദായത്താണ്. ഒരു വേള ഈ ദീനിനെതിരെ സഞ്ചരിച്ചവർ, ഈ ദീനിനോട് ഏറ്റവും ശത്രുത വെച്ച് പുലർത്തിയവർ, അവർ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ പരിതപിക്കുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹിജ്റിൽ നിഷേധികൾ, ധിക്കാരികൾ, അള്ളാഹുവിൻ്റെ ദീനിനെതിരെ തിരിഞ്ഞവർ, അത് സ്വീകരിക്കാതെ മരിച്ചുപോയ നരകാവകാശികൾ, അവരെ പറ്റി പറഞ്ഞു, റുബമാ യവദ്ദുൽ ലദീന കഫറു ലൗ കാനൂ മുസ്ലിമീൻ. ഖിയാമത്ത് നാളിൽ ഈ ദീനിനാണ് സമ്പൂർണ്ണ വിജയം, അതിൻ്റെ വക്താക്കൾക്കാണ് ശാശ്വതമായ സ്വർഗമെന്നവർ തിരിച്ചറിയുമ്പോൾ അവർ പോലും പറഞ്ഞു പോകും, ആഗ്രഹിച്ചു പോകും, ഞങ്ങളൊന്ന് മുസ്ലിമായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. സഹോദരങ്ങളെ, ഈ ദീനിനെ ബാധിക്കുന്ന ഫിത്നകൾ, പരീക്ഷണങ്ങൾ, ഈ ദീനിലേക്ക് ഹിദായത്ത് ലഭിച്ച ആ അനുഗ്രഹത്തിൻ്റെ വലുപ്പത്തോളം അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ചു നിൽക്കുമെന്നതാണ്. ഏറ്റവും വലിയ അനുഗ്രഹമായ ദീനിലേക്കുള്ള ഹിദായത്ത്, അത് നഷ്ടപ്പെടാൻ കാരണമാകുന്ന ഫിത്നകൾ ഏറ്റവും അധികരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ അമ്പിയാക്കൾ അവരുടെ അമ്പിയാക്കളടങ്ങുന്ന മക്കളോട് മരണശയ്യയിൽ ഈ ദീൻ മുറുകെ പിടിക്കാൻ വസിയത്ത് നൽകിയിരിക്കുന്നു. സൂറത്തുൽ ബഖറയിൽ നമുക്ക് വായിക്കാം, യാഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം മരണശയ്യയിൽ തന്റെ മക്കളെ വിളിച്ച് ഉപദേശിക്കുന്നു, യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. എൻ്റെ മക്കളെ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ തെരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു. അല്ലാഹുവിൻ്റെ തെരഞ്ഞെടുപ്പാണ്. അല്ലാഹു തെരഞ്ഞെടുത്തവർക്ക് മാത്രം ലഭിക്കുന്ന അനുഗ്രഹം, എല്ലാവർക്കും ലഭിക്കുന്നതല്ല. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അതുകൊണ്ട് നിങ്ങൾ ഈ ദീനിൽ, അല്ലാഹുവിന് ഈ ദീൻ കാഴ്ചവെച്ചുകൊണ്ട് അവന് സർവവും സമർപ്പിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളായിട്ടല്ലാതെ, അതാണ് ഇസ്ലാം, അള്ളാഹുവിനുള്ള സമർപ്പണം, ത്യാഗം, മുസ്ലിമീങ്ങളായിട്ടല്ലാതെ, അള്ളാഹുവിന് സമർപ്പിതനായിട്ടല്ലാതെ നിങ്ങൾ യഥാർത്ഥ ദീനിലല്ല ആയിട്ടല്ലാതെ മരിച്ചേക്കരുതേ എന്ന്
അമ്പിയാക്കൾ വസിയ്യത്ത് നൽകുകയാണ്. ഈ ദീനിന് അത്രയും ശ്രേഷ്ഠതയും മൂല്യവും ഉള്ളതുകൊണ്ടാണ്, അത് നഷ്ടപ്പെടുന്നത് ഏറ്റവും വലിയ നഷ്ടമായതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിത്യജീവിതത്തിലെ പ്രാർത്ഥനകളിൽ, ദുആകളിൽ ഈ ദീൻ നഷ്ടപ്പെടാതിരിക്കാൻ, ഈ ദീനിൽ സ്ഥൈര്യം നൽകാൻ അവിടുന്ന് അധികമായി പ്രാർത്ഥിച്ചത്. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ സ്ഥൈര്യത്തോടെ മരണം വരെ അതിലായി ജീവിച്ചു മരിക്കാനുള്ള സബാത്ത് നീ നൽകണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരിക്കുന്നു. മറ്റൊരു ദുആവും ഇതിനേക്കാൾ അവിടുത്തെ പ്രാർത്ഥനകളിൽ അധികരിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ഈ ദീൻ നഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ നഷ്ടം അത് തീരാ ദുഃഖമായി തീരുമെന്നതുകൊണ്ട്. ദീനിൽ വിവരമുള്ളവർ, അള്ളാഹുവിനെ കുറിച്ച് അറിവുള്ളവർ, ഈമാനിൽ ദൃഢതയോടെ സഞ്ചരിക്കുന്നവർ, റാസിഖൂന ഫിൽ ഇൽം, സൂറത്ത് ആൽ ഇംറാനിൽ അത്തരക്കാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവരുടെ ദുആ എന്താണ്? റബ്ബനാ ലാ തുസിഖ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, അല്ലാഹുവേ, നിന്റെ ദീനിലേക്ക് ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിനു ശേഷം നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ ദീനിൽ നിന്ന് തെറ്റിച്ചു കളയല്ലേ. അറിവിൽ, ജ്ഞാനത്തിൽ അടിയുറച്ചവരുടെ പ്രാർത്ഥനയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതെണ്ണി. കാരണം ഈ ദീനിന്റെ നഷ്ടം തീരാ നഷ്ടമാണ് എന്നതുകൊണ്ടാണ്. സഹോദരങ്ങളെ, ദുനിയാവിലും നാളെ ആഖിറത്തിലും ഈ ദീൻ മുറുകെ പിടിച്ചാലല്ലാതെ, അതിലായി ജീവിച്ചു മരിച്ചാലല്ലാതെ സൗഭാഗ്യമില്ല, വിജയമില്ല, രക്ഷയില്ല, മോക്ഷമില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു മുസ്ലിമിന്റെ നിത്യജീവിതത്തിലെ പ്രാർത്ഥനകളിൽ ഏറ്റവും അധികം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കൊണ്ട് ആവർത്തിച്ചു ചെയ്യിക്കുന്ന ദുആയിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന സൂറത്തുൽ ഫാത്തിഹയിലെ മഹത്തായ ദുആ സ്ഥാനം പിടിച്ചത്. അതിനേക്കാൾ ഒരു മുസ്ലിം ആവർത്തിക്കുന്ന ദുആ ഉണ്ടോ, പ്രാർത്ഥനയുണ്ടോ? അല്ലാഹുവേ, നേരായ മാർഗത്തിലേക്ക്, സിറാത്തുൽ മുസ്തഖീമിലേക്ക്, നിന്നിലേക്ക് അടുപ്പിക്കുന്ന, സ്വർഗത്തിലേക്ക് അവസാനിക്കുന്ന ശരിയായ ഒരേ ഒരു മാർഗമാകുന്ന അഹ്ലുസുന്ന വൽ ജമാഅയുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ വഴി നടത്തേണമേ എന്ന ദുആ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി ഖുദ്സിയായ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ കേൾപ്പിച്ചു. യാ ഇബാദി കുല്ലുക്കും ളാല്ലുൻ ഇല്ലാ മൻ ഹദൈതു ഫസ്തഹ്ദൂനി അഹ്ദികും, എന്റെ അടിമകളെ, നിങ്ങളെല്ലാവരും വഴികേടിലാണ്, നിങ്ങളെല്ലാവരും മാർഗഭ്രംശം സംഭവിച്ചവരാണ്. ഇല്ലാ മൻ ഹദൈതുഹു, ഞാൻ തെരഞ്ഞെടുത്ത് ഹിദായത്ത് രേഖപ്പെടുത്തി ദീനിലേക്ക് വഴി നടത്തിയവരല്ലാതെ, അല്ലാഹു കനിഞ്ഞവരല്ലാതെ, അല്ലാഹു കടാക്ഷിച്ചവരല്ലാതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് രേഖപ്പെടുത്തിയവരല്ലാതെ ഒരാൾക്കും ഈ ദീനിന്റെ സ്വച്ഛന്തമായ സ്വർഗത്തിലേക്കുള്ള വഴിയിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കുകയില്ല. അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ അനുഗ്രഹത്തിന്റെ ഖനം അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, പക്ഷേ അത് നിങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ, അത് നഷ്ടപ്പെടാതെ മരണം വരെ നിങ്ങളിൽ കാത്തു സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഫസ്തഹ്ദൂനി, നിങ്ങൾ എന്നോട് ആ ഹിദായത്തിനെ നിലനിർത്താൻ ചോദിക്കുക. അധികം ഞാൻ നിങ്ങൾക്ക് ഹിദായത്തിൽ സ്ഥൈര്യം നൽകുന്നതാണ്. അതാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ദുആ. സഹോദരങ്ങളെ, ഇത്രമേൽ കനപ്പെട്ട, വിലപ്പെട്ട, പാഴായി പോകാൻ ഒരുപാട് സാധ്യതകളുള്ള, ഫിത്നകൾ വരിഞ്ഞു മുറക്കുന്ന ഈ ദീൻ, സഹോദരങ്ങളെ, ആ ദീനിനെ കാർന്നു തിന്നുന്ന പരീക്ഷണങ്ങളെ നാം കരുതിയിരിക്കണം. പ്രത്യേകിച്ച് കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂറ്റാണ്ട് 14 മുമ്പ് ഈ ദീനിൽ ഏറ്റവും സുരക്ഷിതമായി സഞ്ചരിച്ച സ്വഹാബത്തിനെ സാക്ഷിയാക്കി ഫിത്നകളെ കുറിച്ച് നൽകിയ മുന്നറിയിപ്പുകൾ, അത്തരം അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ ക്രോഡീകരിച്ച ഹദീസ് ഗ്രന്ഥങ്ങളിലെ അധ്യായങ്ങൾ നമ്മൾ മറിച്ചു നോക്കുമ്പോൾ, അതിൽ പരാമർശിക്കപ്പെട്ട ഹദീസുകളുടെ ഗൗരവങ്ങൾ ആഴത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, സുബ്ഹാനല്ലാഹ് വൽ ഇയാദു ബില്ലാഹ്, ഇക്കാലഘട്ടത്തിൽ നമ്മൾ എത്രമേൽ ദീനിനെ പരിരക്ഷിക്കേണ്ടവരാണ്, ദീൻ മുറുകെ പിടിക്കേണ്ടവരാണ്, ദീനിൽ അടിയുറക്കേണ്ടവരാണ് എന്ന പ്രാധാന്യം നമ്മെ അത് ഓർമ്മപ്പെടുത്താതിരിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോടായി പറഞ്ഞ സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും നമുക്കൊരുപോലെ വായിക്കാൻ സാധിക്കുന്ന മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ കാണാം, അവിടുന്ന് സ്വഹാബത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇന്നി ലഅറാ മവാഖിഅൽ ഫിതൻ ഖിലാല ബുയൂതികും കമവാഖിഇൽ ഖത്ർ. നോക്കൂ നിങ്ങൾ, മഴക്കാലം അതിൻ്റെ ഏറ്റവും മനോഹരമായ അനുഗ്രഹവർഷമായി തീരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ.
കാലാവസ്ഥയുടെ പരിതസ്ഥിതിയിലാണ് നമ്മൾ. ഭൂമിയിൽ പെയ്തിറങ്ങുന്ന, ഭൂമിയുടെ ഉപരിതലങ്ങളെ ഹരിതാപമണിയിക്കുന്ന പേമാരി വർഷം പോലെ നിങ്ങളുടെ ഭവനങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് തലങ്ങും വിലങ്ങും വലതും ഇടതും പേമാരി വർഷം പോലെയുള്ള ഫിത്നകളുടെ അതിപ്രസരം ഞാൻ നിങ്ങൾക്കുമേൽ ഭയപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ സാക്ഷിയാക്കി അന്ന് പറയുന്നു. ഇന്നത് എത്രമേൽ ഗൗരവമായിരിക്കും നോക്കൂ നിങ്ങൾ. അവിടുന്ന് മറ്റൊരു ഹദീസിൽ പറഞ്ഞു, തുഅറദുൽ ഫിതൻ അലൽ ഖുലൂബ് കൽഹസീരി ഊദൻ ഊദ ഫഅയ്യു ഖൽബിൻ ഉശ്രിബഹാ നുകിത ഫീഹി നുക്തത്തുൻ സൗദാ. ഫിത്നകൾ മനുഷ്യ ഹൃദയങ്ങളെ കീഴ്മേൽ മറിക്കും, അതിന് പരിണാമം സംഭവിപ്പിക്കും. മനുഷ്യന്റെ മസ്തിഷ്കങ്ങൾക്ക് അതുമൂലം പ്രക്ഷാളനമുണ്ടാകും. അവർ ദീനിൽ നിന്ന് കാലകാലം അകലെയാകും. അങ്ങനെ ഒരു പായയുടെ ഈത്തപ്പന നാരുകൊണ്ട്, അതല്ലെങ്കിൽ പുല്ലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കിയ പായയുടെ ഇഴകൾ പോലെ ഒന്നിനു പിറകെ ഒന്നൊന്നായി, അടുക്കടുക്കായി, തുടരെയായി ഫിത്നകൾ നിങ്ങളെ പിടികൂടും. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഫഅയ്യു ഖൽബിൻ ഉശ്രിബഹാ നുകിത ഫീഹി നുക്തത്തുൻ സൗദാ. ഏത് ഫിത്നയാകട്ടെ, അതെത്ര ചെറുതാകട്ടെ, എത്ര നിസാരമെന്ന് സമൂഹം ഗണിക്കട്ടെ, അതിലേതെങ്കിലും ഒന്നിലേക്ക് നിങ്ങൾ എത്തി നോക്കിയാൽ, നിങ്ങൾ തലയിട്ടാൽ നിങ്ങളുടെ ഹൃദയത്തിന് അത് കറുത്ത കുത്തുവീഴ്ത്തും. നിങ്ങളുടെ ഹൃദയത്തിന്റെ ആത്മീയതയുടെ, ഈമാനിന്റെ, ഇസ്ലാമിന്റെ അടയാളത്തെ അത് നിഷ്കാസനം ചെയ്യും. ഒന്നിനു പുറകെ ഒന്നായി ഹൃദയം കറുത്ത കരിക്കട്ട പോലെ കുപ്പത്തൊട്ടിക്ക് സമാനമായ വൃത്തികേടുകളുടെ, നിഷിദ്ധങ്ങളുടെ, ഹറാമുകളുടെ, തോന്നിവാസങ്ങളുടെ വിളനിലമായി മാറും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ബാദിറു ബിൽ അഅമാലി ഫിതനൻ കഖിതഇൽ ലൈലിൽ മുസ്ലിം. രാത്രിയുടെ കൂരിരുട്ടിന് സമാനമായ ഫിത്നകൾ. എവിടെയാണ് രക്ഷ, എവിടെയാണ് തുറവി, ഏതാണ് ശരിയായ മാർഗം എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ ആശയക്കുഴപ്പങ്ങളുടെയും ദേഹേച്ഛകളുടെയും അതിപ്രസരമുണ്ടാകുന്ന രാത്രിയുടെ തമസ്സമുറ്റിയ ഇരുട്ടുകളെ പോലെയുള്ള ഫിത്നകൾ നിങ്ങളെ പിടികൂടാനിരിക്കുന്നു. അതിനു മുമ്പ് നിങ്ങൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് മുന്നേറുക. അല്ലാഹുവിന് അമലു സാലിഹാത്തുകൾ, സൽക്കർമ്മങ്ങൾ, സുഹൃതങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് നിങ്ങൾ മുന്നേറുക. കാരണം ഏത് നിമിഷവും നിങ്ങളുടെ ദീൻ ഫസാദിലായേക്കാം. യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറൻ അയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറൻ യബീഉ ദീനഹു ബിഅറദിൻ മിനദ് ദുനിയ. പ്രഭാതത്തിൽ മുഅ്മിനായിരുന്ന മനുഷ്യൻ പ്രദോഷത്തിൽ അന്ന് വൈകുന്നേരമാകുമ്പോഴത്തേക്ക് ദീനിൽ നിന്ന് തെറിച്ചു പോകുന്നു, കാഫിറായി തീരുന്നു. വൈകുന്നേരം മുഅ്മിനായി കിടക്കപ്പായെ പുൽകിയ മനുഷ്യൻ പിറ്റേന്ന് നേരം വെളുക്കുമ്പോഴേക്കഥ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാഫിറായി തീരുന്നു. എന്താണ് കാരണം? യബീഉ ദീനഹു ബിഅറദിൻ മിനദ് ദുനിയ. ദുനിയാവിന്റെ നൈമിഷികമായ തൽപര ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ദീനനെ വിറ്റുകളഞ്ഞവൻ. അതുകൊണ്ട് നിമിഷാർദ്ധങ്ങൾ കൊണ്ട് മുസ്ലിമായവൻ കാഫിറായി തീരുന്ന രാത്രിയുടെ കൂരിരുട്ടിന് സമാനമായ ഫിത്നകൾ അന്ന് പറയുന്നു അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ സ്വഹാബത്തിനെ സാക്ഷിയാക്കിക്കൊണ്ട്. നിങ്ങൾക്കിടയിൽ എന്നവിടുന്ന് അഭിസംബോധന ചെയ്യുന്നു. നമുക്കിടയിൽ എത്രമേൽ ഗൗരവത്തിലായിരിക്കും ഇത്. സഹോദരങ്ങളെ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നിസ്കാരത്തിന്റെയും അവസാനത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പ് തശഹുദിൽ 4 കാര്യങ്ങളെ തൊട്ട് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കാതെ നിങ്ങൾ സലാം അടക്കരുത് എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ നിസ്കാരത്തിലും എല്ലാ വഖത്തിലും നമ്മളത് ആവർത്തിക്കുന്നുണ്ട്. അതിൽ അള്ളാഹുവിനോട് നമ്മൾ രക്ഷ ചോദിക്കുന്ന പ്രധാനപ്പെട്ട 2 കാര്യം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്. ജീവിതത്തിലെ പരീക്ഷണങ്ങൾ, ദീനിനെ ബാധിക്കുന്ന പരീക്ഷണങ്ങൾ, നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന പരീക്ഷണങ്ങൾ, നമ്മുടെ സമ്പത്തിലും സന്താനങ്ങളിലും നമ്മുടെ അഭിമാനത്തിലും അതുപോലെ തന്നെ നമ്മുടെ നാനാ തുറകളിലും ബാധിക്കുന്ന ഭൗതിക ജീവിതത്തെ, ലൗകിക ലോകത്തെ പരീക്ഷണങ്ങൾ, അതുപോലെ തന്നെ മരണവേളയിലുള്ള പരീക്ഷണങ്ങൾ. ഈ 2 ഫിത്നകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ ചോദിക്കാൻ നമ്മെ പഠിപ്പിച്ചു. സഹോദരങ്ങളെ, പൊതുവായി വ്യാപകാർത്ഥത്തിൽ അവിടുന്ന് പഠിപ്പിച്ചു, തഅവ്വദൂ മിനൽ ഫിതൻ, തഅവ്വദൂ ബില്ലാഹി മിനൽ ഫിതൻ മാ ളഹറ മിൻഹാ വമാ ബതൻ. അല്ലാഹുവിനോട് നിങ്ങൾ സർവ്വ ഫിത്നകളിൽ നിന്നും, സർവ്വ പരീക്ഷണങ്ങളിൽ നിന്നും, കെടുതികളിൽ നിന്നും അല്ലാഹുവിനോട് നിങ്ങൾ രക്ഷ ചോദിക്കുക. പ്രത്യക്ഷമായതുണ്ടാകും, അതിൽ പരോക്ഷമായതുണ്ടാകും. നമ്മൾ അറിയാത്തത്, നമ്മൾക്കറിയാത്തത്, നമുക്ക് മനസ്സിലാകാതെ പോയത്, നമ്മൾ ഒരിക്കലും ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തത്, ഇങ്ങനെ പ്രത്യക്ഷവും പരോക്ഷവുമായ പേമാരി വർഷം പോലെയുള്ള
രാത്രിയുടെ കൂരിരുട്ടിന് സമാനമായ പായയുടെ ഇടകൾ കോർത്തിണക്കപ്പെട്ടതുപോലെ തുടരെ വരുന്ന ഒന്നിനു പിറകെ ഒന്നായി നമ്മെ തേടിയെത്തുന്ന ഫിത്നകൾ, ദേഹേച്ഛകളുടെയും ആശയക്കുഴപ്പങ്ങളുടെയും ഫിത്നകൾ, നിങ്ങൾ അതിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പ്രത്യേകമായി ഈ ഉമ്മത്തിലെ പുരുഷന്മാരോട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ താക്കീത് ചെയ്തു. മാ തറക്തു ബഅദി ഫിത്നതൻ അളറ അല الرجال من النساء. ഈ ഉമ്മത്തിലെ പുരുഷന്മാർക്ക് സ്ത്രീകളെ കൊണ്ടുള്ള ഫിത്നകളെക്കാൾ കടുത്ത ഉപദ്രവകരമായ മറ്റൊരു ഫിത്നയും ഞാൻ ഉപേക്ഷിച്ചു പോകുന്നില്ല. പുരുഷന്മാർ അവരുടെ ദീനിനെയും ദുനിയാവിനെയും നശിപ്പിക്കുന്ന ഏറ്റവും കടുത്ത ഫിത്നയാണ് സ്ത്രീകൾ എന്നുള്ളത്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ സൗന്ദര്യ പ്രകടനം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല, അവിടുത്തെ റസൂൽ ഇസ്ലാമിലെ സ്ത്രീകൾക്ക്, മുസ്ലിമീങ്ങൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശം പുരുഷന്മാർ ഫിത്നയിലാകാതിരിക്കാൻ അവർക്ക് നൽകുകയുണ്ടായി. അതുകൊണ്ടാണ് വഖർന ഫീ ബുയൂതികുൻ, സ്ത്രീകളോട് വീട്ടിൽ അടങ്ങിയിരിക്കാൻ അല്ലാഹു ഖുർആനിലൂടെ കൽപ്പിച്ചത്. സൗന്ദര്യ പ്രകടനം നടത്താതിരിക്കാൻ, ഹിജാബ് സ്വീകരിക്കാൻ, അവരുടെ സൗന്ദര്യത്തിന്റെ പ്രകടഭാവം പോലും അന്യ പുരുഷരുടെ കണ്ണുകൾക്ക് പോലും വ്യഭിചരിക്കാൻ തുറന്നിട്ട് കൊടുക്കരുത് എന്ന് അള്ളാഹുവിന്റെ ദീൻ കൽപ്പിച്ചത്. അതുകൊണ്ടാണ് സ്ത്രീകൾ ആവശ്യത്തിനു മാത്രം, അത്യാവശ്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങണം. അന്യ പുരുഷന്മാരുമായി അവർ കൂടിക്കലരരുത്. അത് വീട്ടിലേക്ക് മീൻ വിൽക്കാൻ വരുന്ന മീൻ വിൽപ്പനക്കാരനാണെങ്കിലും, വീട്ടിൽ കൂലിവേല എടുക്കാൻ വരുന്ന കൂലി തൊഴിലാളിയാണെങ്കിലും, അന്യരുടെ മുമ്പിൽ അന്യരായി അവരുടെ ശരീരം മുഴുവൻ മറച്ചുകൊണ്ട് അവരുടെ ഹിജാബിന്റെ സംരക്ഷണത്തിൽ വീടിനകത്തും പുറത്തുമെല്ലാം, വീടിനകത്ത് പുറത്ത് ഉള്ളവരുടെ സാന്നിധ്യം എത്തുന്നിടത്ത് സാഹചര്യങ്ങളിൽ പോലും അത് സംരക്ഷിക്കപ്പെടണമെങ്കിൽ സഹോദരങ്ങളെ, എങ്കിൽ പുറത്തിറങ്ങുമ്പോഴുള്ള അവസ്ഥ എന്താണ്? അവർ നടക്കുമ്പോൾ അവരുടെ ചെരുപ്പടികളുടെ ശബ്ദം പോലും അന്യപുരുഷരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്ന രൂപത്തിലുള്ള ചെരുപ്പുകൾ, പാദരക്ഷകൾ അവർ ധരിക്കരുത്. ആഭരണങ്ങളുടെ കിലുക്കവും അനക്കവും അന്യരാകർഷിക്കുന്ന രൂപത്തിൽ അവർ നടക്കരുത്. സുഗന്ധം ഉപയോഗിക്കരുത്. ആകർഷണീയമായ വസ്ത്രം ധരിപ്പിക്കരുത്. പുരുഷന്മാരോട് അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന, സ്ത്രീകൾ പുരുഷന്മാരെ പോലെ വസ്ത്രമണിയരുത്. അഭിശപ്തകളാണവർ, ശപിക്കപ്പെട്ടവർ. പുരുഷന്മാർ സ്ത്രീകളെ പോലെ വസ്ത്രമണിയരുത് എന്നതുപോലെ തന്നെ സഹോദരങ്ങളെ, സ്ത്രീകൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഇസ്ലാം വരച്ചു കാണിച്ചത് പുരുഷന്മാർ അവർ ഫിത്നയിലാകാതിരിക്കാനാണ്, അവർ അഭിമാനം സംരക്ഷിക്കപ്പെടാനാണ്, അവർ ചാരിത്രവതികളായി ജീവിച്ചു മരിക്കാനാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആവശ്യത്തിന് അത്യാവശ്യത്തിന് പുറത്തിറങ്ങുമ്പോൾ ഹിജാബിൽ ഒരു മുസ്ലിം സ്ത്രീയുടെ സ്ത്രൈണതയും അവളുടെ ചാരിത്രവും സന്ദർശിക്കുന്ന പ്രത്യക്ഷവും പരോക്ഷവും ആത്മീയവുമായ പരിവേഷത്തിൽ അവൾ പുറത്തിറങ്ങണം. അതാണ് ഇസ്ലാം വരച്ചു കാണിക്കുന്ന മാർഗനിർദ്ദേശങ്ങളിൽ ചിലത്. സഹോദരങ്ങളെ, മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി ഇത്തരം ഹദീസുകൾ വിശദീകരിക്കവേ, വലാ റൈബ അന്ന തംകീന النساء من اختلاطهن بالرجال اصل كل بليه وشر وهو اعظم اسباب نزول العقوبات العامه. എന്താണ് അദ്ദേഹം പറഞ്ഞത്? യാതൊരു സംശയവും വേണ്ട, മുസ്ലിം ഉമ്മത്തിലെ രക്ഷിതാക്കളെ, മാതാപിതാക്കളെ, ഉപ്പമാരെ, ഉമ്മമാരെ, ഭാര്യമാരെ, ഭർത്താക്കന്മാരെ നിങ്ങൾ കേൾക്കണം. ഒരു സംശയവും വേണ്ട, സ്ത്രീകൾ കന്യപുരുഷരുമായി അതെവിടെയാണെങ്കിലും, കല്യാണ വീട്ടിലാണെങ്കിലും, വീട് പാർക്കുന്നിടത്താണെങ്കിലും, അങ്ങാടിയിലാണെങ്കിലും, മസ്ജിദുകളിലാണെങ്കിൽ പോലും അന്യപുരുഷന്മാരുമായി കൂടിക്കലരാനുള്ള സാഹചര്യം ഒരുങ്ങുക എന്നത്, അതാണ് ഏറ്റവും വലിയ ദുരന്തം. സകല ഫിത്നകളുടെയും, സകല തോന്നിവാസങ്ങളുടെയും, സകല വിപത്തുകളുടെയും അടിത്തറകളിൽ അടിത്തറ അതാണ് എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്. വഹുവ അഅ്ളമു അസ്ബാബി നുസൂലിൽ ഉഖൂബാത്തിൽ ആമ്മ. ഈ സമൂഹത്തിൽ അല്ലാഹുവിന്റെ ശിക്ഷ വ്യാപകമായി ഇറങ്ങുന്ന കാരണങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ഏറ്റവും വലിയ കാരണമാണിത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ തെളിവുകൾ നിരത്തി നമ്മെ ഓർമ്മിപ്പിക്കും. ഇതാ ഒരു മഴക്കാലം കൂടി വരികയാണ്. മഴ അധികരിച്ചാൽ, ഉൾപൊട്ടലുണ്ടായാൽ, ദുരന്തങ്ങൾ സംഭവിച്ചാൽ, പ്രകൃതിപരമായ ഭൂമിശാസ്ത്രപരമായ കാരണങ്ങൾ ചെയ്യുന്നവരെ മുസ്ലിം ഉമ്മത്തിന്റെ ദീനിന്റെ അവസ്ഥയിലേക്ക് തിരിഞ്ഞു നോക്കൂ. നിങ്ങൾ അവരെ ഇസ്ലാമികമായി സംസ്കരിക്കൂ. അവിടേക്കാണ് നിങ്ങൾക്ക് അതിനുള്ള മറുപടിയും പരിഹാരവും. മുൻഗാമികൾ ഫിത്നകളെ കുറിച്ച് പറയുന്നു, അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങാൻ ഏറ്റവും വലിയ കാരണം. എന്താണ് ഇന്ന് മുസ്ലിം ഉമ്മത്തിലെ സ്ത്രീകളുടെ അവസ്ഥ? എന്താണ് മുസ്ലിം ഉമ്മത്തിലെ പെൺമക്കൾ ഇന്ന് റോട്ടിൽ ഇറങ്ങുന്ന അവസ്ഥ? അവരുടെ വേഷം എന്താണ്? അവരുടെ വിദ്യാഭ്യാസത്തിനും ജോലിക്കും മറ്റ്
പബ്ലിക് സ്പേസിലും പറഞ്ഞയക്കുന്ന രക്ഷിതാക്കൾ അവരെ ഉടുപ്പിക്കുന്ന വസ്ത്രത്തിന്റെ അവസ്ഥ എന്താണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ഉമ്മത്തിൽ പ്രത്യേകമായി അല്ലാഹുവിന്റെ റസൂൽ താക്കീത് ചെയ്ത ഫിത്നയാണ് സമ്പത്ത് എന്നത്. ഫിത്നതു ഉമ്മത്തി ഫിൽ മാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു, എന്റെ ഉമ്മത്തിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഫിത്നകളിൽ ഒന്ന് സമ്പത്തിന്റെ കാര്യമാണ്. സഹോദരങ്ങളെ, സമ്പത്ത് ഹലാലായ മാർഗത്തിലേ സമ്പാദിക്കാം. അള്ളാഹുവിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഓരോ നാണയത്തുട്ടിനും ഓരോ ചില്ലിക്കാശിനും സോഴ്സ് കാണിക്കേണ്ടി വരും റബ്ബിന്റെ മുമ്പിൽ. ഹലാലിൽ നിന്നല്ലാതെ സമ്പാദിച്ചിട്ടില്ല. പലിശയുടെ ഒരു കറ പോലും എന്റെ കുട്ടികൾക്ക് ഞാൻ വെച്ചു കൊടുക്കുന്ന ഉരുളകൾക്ക് വേണ്ടി ഞാൻ സമ്പാദിക്കുന്ന സമ്പാദ്യത്തിൽ കലർന്നിട്ടില്ല എന്ന് അല്ലാഹുവിനെ സാക്ഷിയാക്കി ഉറപ്പിച്ചു പറയാൻ എന്റെ ശബ്ദം കേൾക്കുന്ന സമ്പാദിക്കുന്ന എത്ര പിതാക്കന്മാർക്ക് സാധിക്കും? അല്ലാഹുവിനെ സാക്ഷിയാക്കി പറയുക. ഹറാമിന്റെ ലാഞ്ചന ഏൽക്കാത്ത സമ്പാദ്യം ഉണ്ടാകണം നമുക്ക്. നമ്മുടെ പ്രാർത്ഥനകൾ പോലും നമ്മുടെ സുഹൃതങ്ങൾ പോലും സ്വീകരിക്കാൻ തടസ്സമാകുന്ന ഹറാമിന്റെ സമ്പാദ്യം കൊണ്ട് എത്ര കാലം വയറ് നിറക്കാനാണ് നമ്മൾ? എന്ത് നേടാനാണ് നമ്മൾ? നേടിയിട്ട് ആരെ കണ്ടുമുട്ടാനാണ് നമ്മൾ? ഏത് രക്ഷയാണ്, വിജയമാണ്, സൗഭാഗ്യമാണ് മരിച്ചു കഴിഞ്ഞാൽ നാം പ്രതീക്ഷിക്കേണ്ടത്? സഹോദരങ്ങളെ, സമ്പത്ത് ഹലാലാക്കുക, അല്ലാഹുവിനെ ഭയക്കുക. സമ്പത്ത് കരങ്ങളിൽ ഉണ്ടാകട്ടെ, ഹൃദയത്തിൽ സ്ഥാപിക്കാതിരിക്കുക. മുൻഗാമികൾ പറഞ്ഞ വാക്കെത്ര മനോഹരമാണ്. നിന്റെ കൈകളിൽ സമ്പത്ത് ഉണ്ടാകട്ടെ, നീ ആഖിറത്തിനെ ലക്ഷ്യമാക്കി പണിയെടുക്കൂ. സമ്പത്ത് നിന്റെ പിന്നാലെ വരും, നിന്നെ തേടിയെത്തും. അല്ലാഹു റിസ്കിന്റെ വാതായനങ്ങൾ നീ ചിന്തിക്കാത്ത, സ്വപ്നം കാണാത്ത മേഖലകളിലൂടെ തുറന്നിട്ട് തരും. അത്ഭുതകരമായി നിന്നെ തേടിയെത്തും. സമ്പത്ത് നിന്റെ കരങ്ങളിൽ ഉണ്ടാകട്ടെ, നിന്റെ ഹൃദയത്തിൽ നീ സ്ഥാപിക്കാതിരിക്കുക. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നീതിയുക്തമായി ദൂർത്തടിക്കാതെ ദുർവ്യയം ചെയ്യാതെ അല്ലാഹുവിന് ശുക്ർ ചെയ്യാൻ ആ സമ്പത്ത് മാറ്റിവെക്കുക. ദുനിയാവിൽ ആവശ്യമുള്ളിടത്തത് ചെലവഴിക്കുക. പിശുക്ക് കാണിക്കാതിരിക്കുക, ലുബ്ധത കാണിക്കാതിരിക്കുക. സഹോദരങ്ങളെ, ചെറുപാപങ്ങൾ, തിന്മകൾ, അതിനെ നിസാരവൽക്കരിക്കാതിരിക്കുക. ചെറിയ തിന്മകൾ പോയി മഹാതിന്മകൾ, ശിർക്കും കുഫ്റും ഇസ്ലാമിന്റെ അടിവേരറുക്കുന്ന മഹാപാപങ്ങളും ഇന്ന് ലാഘവവൽക്കരിച്ച് നിസാരവൽക്കരിച്ച് മുസ്ലിം ഉമ്മത്തിൽ അത് ആണ്ടുപോകുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആ സ്ഥാനത്ത് ഈ ഹദീസിന്റെ പ്രസക്തി ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാകും വമുഹഖറാത്തി ദുനൂബ് ഫഇന്നഹുന്ന യജ്തമിഅന അല റജുലി ഹത്താ യുഹ്ലിക്നഹു. നിങ്ങൾ തിന്മകളിൽ നിസാരമെന്ന് തോന്നുന്ന ചെറുപാപങ്ങളെ ലാഘവത്തോടെ തള്ളിക്കളയരുത്. നിങ്ങൾ അതിനെ നിസാരമായി കാണുന്ന അവസ്ഥയെ സൂക്ഷിക്കണം. ചെറിയ തിന്മകൾ അതിനെ നിസാരമായി കാണരുത്. എന്താ ഒരു താടി വടിച്ചാൽ പ്രശ്നം? എന്താണ് നെരിയാണിക്ക് താഴെ വസ്ത്രമിട്ടാൽ പ്രശ്നം? സ്ത്രീകൾ പർദ്ദ കൊടുക്കാതിരുന്നാൽ എന്താ പ്രശ്നം? ഇങ്ങനെ തിന്മകൾ, ഇസ്ലാം വിലക്കിയ ഹറാമുകൾ, അതിനെ നിങ്ങൾ നിസാരമായി കാണരുത്. എന്താ ഒരു പഫ് സ്മോക്ക് ചെയ്താൽ പ്രശ്നം? എന്താണ് ഒരു തുള്ളി ഡ്രഗ് രുചിച്ചാൽ പ്രശ്നം? എന്താണ് നിസ്കാരം ഒഴിവാക്കിയാൽ പ്രശ്നം? എന്താണ് മുസ്ലിമിന്റെ സ്വത്വബോധം നഷ്ടപ്പെടുത്തിയാൽ പ്രശ്നം? ഇസ്ലാം അനുസരിച്ച് ജീവിക്കണമെന്നിടത്ത് എന്താണ് ഇത്ര വലിയ കാർക്കശ്യം എന്നുവരെ ചോദിക്കുന്നിടത്ത്, കുഫ്റിന്റെ ജൽപ്പനങ്ങൾ എത്തിക്കുന്നിടത്ത് ചെറിയ തിന്മകളെ നിസാരവൽക്കരിച്ച് ആളുകൾ അവിടെ എത്തിയെന്നാണ്. എന്താണ് തൗഹീദിന്റെ അടിസ്ഥാന പാഠങ്ങളെ അറുത്ത് കളയുന്ന, മുറിച്ചു കളയുന്ന, ഗ്രസിച്ചു കളയുന്ന മറ്റുള്ളവരുടെ ആരാധനാ ഭാവങ്ങളോട് സാദൃശ്യം പുലർത്തിയാൽ, ഒരു ദീപാരാധന നടത്തിയാൽ, ഒന്ന് വിളക്ക് കൊളുത്തിയാൽ എന്താ പ്രശ്നം എന്നാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, തിന്മകളിൽ ഇതെല്ലാം വലിയ തിന്മകളാണ്, എന്നാൽ ചെറിയ തിന്മകൾ പോലും നിങ്ങൾ നിസാരവൽക്കരിച്ച് തള്ളിക്കളയരുതേ. ഫഇന്നഹുന്ന യജ്തമിഅന അല റജുലി ഹത്താ യുഹ്ലിക്നഹു. ചെറിയ തിന്മകൾ കുമിഞ്ഞുകൂടി പർവ്വത സമാഹാരമായി ആ മനുഷ്യൻ അത് നശിപ്പിച്ച് കളയുന്നിടത്തേക്ക് അത് എത്തിക്കുമെന്നാണ്. ഫഇന്നൽ ജിബാല മിനൽ ഹസാ. മുൻഗാമികൾ ചിലർ പറഞ്ഞതുപോലെ വലിയ വലിയ പർവ്വതം അത് രൂപാന്തരം കൊള്ളുന്നത് ചെറിയ ചെറിയ ചരൽക്കല്ലുകൾ കൊണ്ടാണോ? അതുകൊണ്ട് ചെറിയ തിന്മകൾ നിന്റെ വലിയ നന്മകളെപ്പോലും നശിപ്പിച്ചു കളയും, നിന്നെ ദീനിൽ നിന്ന് പുറത്താക്കി കളയുമെന്നതാണ്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, തിന്മകൾ, പാപക്കറകൾ, ഹറാമുകൾ, തോന്നിവാസങ്ങൾ
നമ്മെ നമ്മുടെ ദീനിൽ നിന്ന്, ഈ മഹത്തായ ഹിദായത്ത് എന്ന സൗഭാഗ്യത്തിൽ നിന്ന് നമ്മെ തെറ്റിച്ചു കളയും. അള്ളാഹു പറഞ്ഞില്ലേ, ഫലമ്മാ സാഗു അസാഗല്ലാഹു ഖുലൂബഹും, അവർ തെറ്റിപ്പോയപ്പോൾ, അള്ളാഹുവിന്റെ ദീനിന്റെ അധ്യാപനങ്ങളിൽ അവർ തെറ്റിക്കളഞ്ഞപ്പോൾ അള്ളാഹു ഒരു തെറ്റിക്കുകയുണ്ടായി. അവിടെ പിന്നെ അള്ളാഹുവിന്റെ വിധിയെ പഴിച്ച് നാം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് ധിക്കാരികളായി തരം താണു പോയാൽ ആർക്കാണ് അതിന്റെ നഷ്ടം? അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ, നമ്മുടെ ദീനിനെ ഹിദായത്തിനെ നശിപ്പിച്ച് കളയുന്ന ഫിത്നകൾ, പരീക്ഷണങ്ങൾ, അതാണ് നമ്മുടെ ദുനിയാവ് നശിപ്പിക്കുന്ന പരീക്ഷണങ്ങളെക്കാൾ കഠിനമായത്. നമുക്ക് രോഗവും പട്ടിണിയും ദാരിദ്ര്യവും പെട്ടെന്നുണ്ടാകുന്ന മരണവും ഭൗതികമായി സംഭവിക്കുന്ന ആകസ്മികമായ ദുരന്തങ്ങളും നഷ്ടങ്ങളും അത് ഈ ദുനിയാവിൽ മാത്രം പരിമിതമായിരിക്കും. ദുനിയാവ് അവസാനിച്ചാൽ അത് തീർന്നു. അതിൽ നമ്മൾ ക്ഷമിച്ചാൽ അള്ളാഹു കണക്കില്ലാതെയാണ് അതിന് പ്രതിഫലം രേഖപ്പെടുത്തുക. എന്നാൽ ദീനിൽ സംഭവിക്കുന്ന പരീക്ഷണങ്ങൾ, ഫിത്നകൾ, നമ്മുടെ ദീനിൽ നിന്ന് നമ്മളെ അകറ്റിക്കളഞ്ഞ ആ അവസ്ഥയിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ പരലോകത്തെ അവസ്ഥ? അത് തീരാ നഷ്ടമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വമിനൻ നാസി മയഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ, അല്ലാഹുവിനെ ദീനിന്റെ ഒരു വക്കത്ത് ഇരുന്ന് ആരാധിക്കുന്നവരുണ്ട്. ഫഇൻ അസാബഹു ഖൈറുൻ തുമഅന്ന ബിഹി, അവർക്ക് സൗഭാഗ്യങ്ങളും നന്മയും ലഭിച്ചാൽ അവർ സമാധാനമടയും. അവർ അത്യാവശ്യം ദീനൊക്കെ പാലിച്ച് നിസ്കാരവും ഇബാദത്തുകളൊക്കെ നിലനിർത്തി ജീവിക്കും. ദുനിയാവിൽ സൗഭാഗ്യങ്ങൾ ഉണ്ടായാൽ വൈൻ അസാബത്ഹു ഫിത്നതുൻ ഇൻഖലബ അലാ വജ്ഹി, അവർക്ക് എന്തെങ്കിലും ദുരന്തങ്ങൾ, ഫിത്നകൾ ബാധിച്ചാൽ അവർ നേരെ കീഴ്മേൽ മറിയും, ദീനിൽ നിന്ന് പുറംതിരിയും, ദീൻ തന്നെ ഉപേക്ഷിച്ചേക്കും. പിന്നെ അവർക്ക് സംഭവിച്ച ദുരന്തങ്ങൾക്ക് കാരണം അവർ ദീനിനെ പഴിചാരും. അല്ലാഹുവിലേക്കും റസൂലിലേക്കും ദീനിലേക്കും അവർ തിരിയും. ദീനിനെ അവർ ഉപേക്ഷിച്ചു കളയും. ഖസിറ ദുനിയ വൽ ആഖിറ, അല്ലാഹുവിനെ കുറിച്ച് പറയും, ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടവർ. അവർക്ക് ബാധിച്ച ദുരന്തങ്ങൾ കാരണമായി ദീൻ കൈവിട്ടാൽ ദുനിയാവിൽ അവർക്ക് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ പറ്റുമോ? ആളുകളുടെ വിചാരം അങ്ങനെയാണ്. ദുനിയാവിൽ അല്ലാഹു എഴുതി വെച്ചതല്ലാതെ ഒരു ഉറുപ്പ്യ അവൻ അധികം കിട്ടുമോ? ദീൻ നഷ്ടപ്പെടുത്തി പരീക്ഷണങ്ങളെ ദീനിന്റെ പേരിൽ പഴിചാരിയാൽ ദുനിയാവും നഷ്ടപ്പെട്ടു, അവന് ആഖിറവും തീരാ നഷ്ടത്തിലായിരിക്കും. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അല്ലാഹു പറഞ്ഞു, അതാണ് തീരാ നഷ്ടം, അതാണ് വ്യക്തമായ പരാജയം. അല്ലാഹു ആ പരാജയത്തിൽ നിന്ന്, തീരാ നഷ്ടത്തിൽ നിന്ന് നമ്മേവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏതു പരീക്ഷണഘട്ടത്തിലും ദീൻ മുറുകെ പിടിക്കുക. അവസാന കാലഘട്ടത്തിൽ ദീൻ മുറുകെ പിടിക്കുന്നവൻ കൽഖാബിലി അലൽ ജംർ, തീ കനൽ കയ്യിലേന്തിയവനെ പോലെയാണ് അവന്റെ ഉപമ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനിന് ഈ ഹലോകം ജയിലറ പോലെയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ദീനിൽ സ്ഥിരതയോടെ, പരീക്ഷണങ്ങളിൽ അടിപതറാതെ നിലനിൽക്കാൻ നമ്മെ സഹായിക്കുന്ന കാര്യങ്ങൾ ഞാൻ എണ്ണി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒന്നാമതായി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം, പരിശുദ്ധ ഖുർആൻ, അതർത്ഥമറിഞ്ഞ് പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുക. അല്ലാഹുവിനുള്ള സ്മരണകൾ, അവനുള്ള ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് പരിശുദ്ധ ഖുർആനിന്റെ പാരായണം. അല്ലാഹുവിന്റെ കലാമാണത്, അവന്റെ സംസാരമാണത്. എന്താണ് അവൻ നമ്മോട് സംസാരിക്കുന്നത് എന്ന് അർത്ഥമറിഞ്ഞു വായിക്കുക, അർത്ഥമറിഞ്ഞ് ഖുർആൻ പാരായണം ചെയ്യുക, ചിന്തിച്ചു പാരായണം ചെയ്യുക. അത് നമ്മെ ദീനിൽ അടിയുറപ്പിച്ചു നിർത്തുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ നസ്സലഹു റൂഹുൽ ഖുദ്സ് മിർ റബ്ബിക ബിൽ ഹഖ്, പറയുക നബിയേ, സത്യമായ ഖുർആൻ, ഹഖായ ഖുർആൻ താങ്കളുടെ റബ്ബിൽ നിന്ന് റൂഹുൽ ഖുദ്സ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അതുകൊണ്ട് ഇറങ്ങി. എന്തിനു വേണ്ടിയാണത്? ലിയുസബ്ബിതല്ലദീന ആമനു, ഈമാനുള്ളവർക്ക് ദീനിൽ സ്ഥൈര്യം പകരാൻ,
അവരെ ദീനിൽ അടിയുറപ്പിച്ചു നിർത്താൻ. വഹുദൻ വബുശ്റാ ലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് അത് സന്മാർഗ ദർശനവും അവർക്ക് സന്തോഷ വാർത്തയുമാണ്. നമുക്ക് സന്മാർഗ ദർശനമായ അള്ളാഹു നമുക്ക് സന്തോഷ വാർത്ത അറിയിച്ച നമ്മുടെ ഈമാനിനെ സ്ഥൈര്യത്തോടെ ദീനിൽ അടിയുറപ്പിച്ചു നിർത്തുന്ന ഖുർആൻ അർത്ഥമറിഞ്ഞ് വായിക്കാത്ത നമുക്കെങ്ങനെയാണ് ഇത് സാധിക്കുക? അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനിൽ അടിയുറക്കാൻ പരിശുദ്ധ ഖുർആൻ അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യുക, നന്മകൾ അധികരിപ്പിക്കുക, ഫർദായ ഇബാദത്തുകളിൽ വീഴ്ച വരുത്താതിരിക്കുക. പുരുഷന്മാർ ശർഈയായ കാരണങ്ങളില്ലെങ്കിൽ മസ്ജിദുകളിലെത്തി 5 നേരവും ജമാഅത്തായി നിസ്കാരം നിർവഹിക്കുക. അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ ബാങ്കുലികൾ മുഴങ്ങുമ്പോൾ മസ്ജിദുകളിലെത്തി അതിന് ഉത്തരം ചെയ്യുക. അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീഴുക. വലൗ അന്നഹും ഫഅലു മാ യുഅദൂന ബിഹി, അള്ളാഹു പറയുന്നു, അവരോട് കൽപ്പിക്കപ്പെട്ടത് ഉപദേശിക്കപ്പെട്ടത് അവർ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ലകാന ഖൈറൻ ലഹും, അതവർക്ക് എത്ര നന്മയായിരുന്നേനെ. വഅശദ്ദ തസ്ബീത, ദീനിൽ എത്രത്തോളം അവരെ അടിയുറപ്പിച്ചു നിർത്തുമായിരുന്നു. അള്ളാഹു പറയുന്നു, അള്ളാഹുവിന്റെ ഉപദേശങ്ങൾ, നന്മകൾ, അത് നന്മയായി ജീവിതത്തിൽ കൊണ്ടു നടക്കുക. ദീനിൽ നമുക്ക് സ്ഥൈര്യം ലഭിക്കും. ആവേശത്തിനപ്പുറത്ത്, അധികമായി ചെയ്യുന്ന കർമ്മങ്ങൾക്കപ്പുറത്ത് കുറച്ചാണെങ്കിലും എന്നെന്നും നിലനിർത്തുന്ന കർമ്മങ്ങൾ, ചെറിയ നന്മകൾ, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരം കുറച്ചാണെങ്കിലും സ്ഥിരമായി ചെയ്യുന്ന അമലുകളാണ്. അത് നമ്മൾ ശ്രദ്ധിക്കുക. നല്ല സഹവാസം ഉണ്ടാകുക, നല്ല സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുക, നമ്മുടെ മക്കളെ സൂക്ഷിക്കുക. ആരോടൊപ്പമാണ് അവർ കൂട്ടുകൂടുന്നത്, ആരോടൊപ്പമാണ് അവരുടെ സഞ്ചാരം, ആരോടൊപ്പമാണ് അവരുടെ നടത്തം, ആരുടെ പേക്കോലമാണ് അവർ കെട്ടുന്നത്, ആരുടെ ഹെയർ സ്റ്റൈലാണ് അവർ അനുകരിക്കുന്നത്, ആരെപ്പോലെയാണ് അവർ കോലം തുള്ളുന്നത്, നമ്മൾ പരിശോധിക്കുക. ദീനുള്ളവരെ പോലെയാണോ? അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരെ പോലെയാണോ? അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരെ പോലെയാണോ? അതല്ല ഒരു കളിക്ക് വേണ്ടി സർവവും സമർപ്പിച്ച് ഒരു കാൽപന്തിന്റെ പിന്നാലെ പായുന്ന, ജീവിതവും സമ്പത്തും സമയവും അതിനുവേണ്ടി നശിപ്പിച്ച് സ്വയം നശിക്കുന്ന, ദുനിയാവിലും ആഖിറത്തിലും സ്വന്തത്തിനും കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉപകാരവും ചെയ്യാത്ത ഈ മാമാങ്കങ്ങൾക്ക് വേണ്ടി ജീവിച്ച് സ്വയം ഹനിക്കപ്പെടുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറണോ? തീരുമാനിക്കുക, ആലോചിക്കുക. അൽ മർഉ അലാ ദീനി ഖലീലി, മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ ദീനിലായിരിക്കും. നമ്മുടെ ദീൻ നമ്മുടെ കൂട്ടുകാരന്റെ സൗഹൃദത്തിന്റെ വലയത്തിലായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, കൂട്ടുകെട്ടുകളെ നന്നാക്കുക, സൗഹൃദങ്ങളെ കാത്തു സൂക്ഷിക്കുക. നല്ലവരുമായി, ദീനുള്ളവരുമായി, അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തുന്നവരുമായി നമ്മൾ സഹവസിക്കുക. അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വകൂനു മഅസ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധരിൽ, അള്ളാഹുവിനെ ഭയക്കുന്നവരിൽ, അള്ളാഹുവിനെ സ്മരിക്കുന്നവരിൽ, സിദ്ഖുള്ളവരിൽ ഉൾപ്പെടുക. സഹോദരങ്ങളെ, നമ്മുടെ മക്കൾക്ക് മുൻഗാമികളുടെ, അമ്പിയാക്കളുടെ, സ്വഹാബത്തിന്റെ, ശ്രേഷ്ഠരായ പണ്ഡിതരുടെ, മഹാന്മാരായ ഉലമാക്കളുടെ, അഇമ്മത്തിന്റെ കഥകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. കളിക്കാരുടെയല്ല, സെലിബ്രിറ്റികളുടെയല്ല, അള്ളാഹിന്റെ മുമ്പിൽ ഒരു വിലയുമില്ലാത്ത, ദുനിയാവിന് വേണ്ടി ജീവിച്ചു മരിച്ചൊടുങ്ങുന്ന ധിക്കാരികളുടെയല്ല. അവരെ ഹിസ്റ്ററിയല്ല അവരറിയേണ്ടത്, അവരെ ആസ്തിയല്ല അവർ കാണാപാഠം പഠിക്കേണ്ടത്, അവരുടെ കുടുംബ വിവരങ്ങളല്ല അവർ മനഃപാഠമാക്കേണ്ടത്. മുൻഗാമികളുടെ ചരിത്രം അവർക്ക് കേൾപ്പിക്കുക. ശ്രേഷ്ഠരായ, ഉത്തമരായ, മഹാന്മാരായ മാതൃകാ പുരുഷന്മാരുടെ ചരിതങ്ങൾ അവർക്ക് കേൾപ്പിക്കുക. നമ്മൾ അതിന് മുമ്പിൽ നിന്ന് കൊടുക്കുക. നമ്മൾ അവർക്ക് ആദ്യം മാതൃകയാകുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനിയും ഒരുപാട് കാരണങ്ങൾ, ദീനിൽ സ്ഥിരതയോടെ പരീക്ഷണങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടാൻ നമുക്ക് കേൾക്കാവുന്ന, അറിയാവുന്ന, നിർദ്ദേശിക്കാവുന്ന പാഠങ്ങളുണ്ട്. തൽക്കാലം ഇന്നത്തെ ഖുതുബയിൽ ഇതിവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ്, ഇത് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. اللهم إنا نعوذ بك من الفتن ما ظهر منها وما بطن. اللهم إنا نعوذ بك من الفتن ما ظهر منها وما بطن. اللهم إنا نعوذ بك من الفتن ما ظهر منها وما بطن. اللهم إنا نعوذ بك من فتنة المحيا والممات. اللهم إنا نعوذ بك من فتنة المحيا والممات. اللهم إنا نعوذ بك من فتنة المحيا والممات. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.